ഇനി സ്പോർട്സ് വാർത്തയിലേക്കാണ്. മുൻ ഇന്ത്യൻ നായകൻ മഹേന്ദ്ര സിംഗ് ധോണിയെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മെന്ററാക്കാൻ BCCIയുടെ നീക്കം. 2026 T20 ലോകകപ്പ് മുന്നിൽ കണ്ടാണ് ധോണിയെ ടീമിന്റെ ഭാഗമാക്കുന്നതെന്നാണ് റിപ്പോർട്ട്. യുവതാരങ്ങൾക്ക് എന്നും ആവേശമാണ് ഇതിഹാസ നായകൻ മഹേന്ദ്ര സിംഗ് ധോണി. ധോണിയെ ദേശീയ ടീമിനൊപ്പം എത്തിച്ച് യുവതാരങ്ങൾക്ക് പ്രചോദനം നൽകാനാണ് BCCIയുടെ നീക്കം. നേരത്തെ താരം 2021 T20 ലോകകപ്പിൽ ഇന്ത്യയുടെ മെന്ററായിരുന്നു. എന്നാൽ ടൂർണമെന്റിൽ ടീമിന് നോക്കൌട്ടിലേക്ക് എത്താൻ സാധിച്ചിരുന്നില്ല. ലോകകപ്പിൽ ആദ്യമായി പാകിസ്ഥാനെതിരെ തോൽവിയും വഴങ്ങിയിരുന്നു. എന്നാൽ ടീമിനൊപ്പം താരമുണ്ടായിരുന്നത് വലിയ ആത്മവിശ്വാസമാണ് നൽകിയിരുന്നതെന്ന് യുവതാരങ്ങൾ പറഞ്ഞിരുന്നു. 2021 പോലെ 2026 T20 ലോകകപ്പിലും ധോണിയെ മെന്ററാക്കാനാണ് BCCI ആലോചിക്കുന്നത്. 2020 മാത്രമല്ല 3 ഫോർമാറ്റിലും പുരുഷ വനിതാ ജൂനിയർ ടീമുകളുടെയും ഉത്തരവാദിത്തമുള്ള സ്ഥാനമാണ് ധോണിക്ക് BCCI വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. എന്നാൽ ഗൗതം ഗംഭീർ പരിശീലകനായിരിക്കുന്നിടത്തോളം ധോണി മെന്ററാകാൻ തയ്യാറാകില്ലെന്നാണ് റിപ്പോർട്ട്. ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി ധോണിയോ BCCIയോ പ്രതികരിച്ചിട്ടില്ല. അതേസമയം ധോണിയെ മെന്ററാക്കണമെങ്കിൽ BCCI മാത്രം തീരുമാനിച്ചാൽ പോരാ എന്നും അത് ധോണി തന്നെ തീരുമാനിക്കണമെന്നും മുൻ ഇന്ത്യൻ താരം മനോജ് തിവാരി പറഞ്ഞു. ധോണി ഫോൺ എടുത്താൽ മാത്രമേ BCCIക്ക് താരവുമായി ബന്ധപ്പെടാൻ സാധിക്കുകയുള്ളൂവെന്നും ധോണിയെ ഫോണിൽ കിട്ടുക അപൂർവമാണെന്നും മനോജ് തിവാരി വ്യക്തമാക്കി. ये तो समय ही बताएगा ना जी. इतना मतलब उनको ऑफर दिया है, वो फोन उठाए है ना. क्योंकि जहाँ तक मुझे पता है कि फोन में मिलना बहुत मुश्किल है उनको, और मैसेज का रिप्लाई भी मिलता बहुत कम है, क्योंकि बहुत सारे प्लेयर्स अपने समय में कहा भी है. पता नहीं अभी वो रिप्लाई क्या करेंगे, अगर मैसेज पढ़ेंगे कि नहीं पढ़ेंगे. 2007 T20 ലോകകപ്പിലും 2011 ഏകദിന ലോകകപ്പിലും ധോണിക്കൊപ്പം ഗംഭീർ ഉണ്ടായിരുന്നു. ധോണിയെയും ഗംഭീറിനെയും ഇന്ത്യൻ ടീമിൽ വീണ്ടും ഒരുമിച്ച് കാണാമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.